ഗുഡ്ബിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നു കേഡ് റൈസ്, തൈര് സാദം എന്നാണ് നമ്മൾ ഇതിന് മലയാളത്തിലും തമിഴിലൊക്കെ പറയുന്നത്. തൈര് സാദം നല്ല കിടിലൻ ഡിഷാണ്. ഉച്ചയ്ക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കുളിർമ, ശരീരത്തിനൊരു കുളിർമയും കിട്ടും. അതുപോലെ തന്നെ നല്ല ശരീരത്തിനും വയറിനൊക്കെ നല്ല ബെസ്റ്റ് സാധനമാണ്. എന്നാൽ നമുക്ക് പാചകത്തിലേക്ക് കടന്നാലോ? കേഡ് റൈസ് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മളിവിടെ റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് പാർബോയിൽഡ് റൈസ് വേണമെങ്കിലും എടുക്കാം. നമ്മൾ ബസ്മതി റൈസ് നല്ലതായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തൈര് എടുത്തിട്ടുണ്ട്, 250 ഗ്രാം തൈര് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഒരു പകുതി ക്യാരറ്റ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളക് 2 ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കറിവേപ്പില ആവശ്യമായിട്ടുണ്ട്. വറ്റൽമുളക് 2 നമ്മൾ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു സവോള കുനുകുന ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ മല്ലിയില നമുക്ക് ആവശ്യമായിട്ടുണ്ട്. കായപ്പൊടി ആവശ്യമായിട്ടുണ്ട്. ഉപ്പ് ആവശ്യമായിട്ടുണ്ട്. എന്നാൽ നമുക്ക് തുടങ്ങിയാലോ? നമ്മൾ റൈസ് വേവിച്ചതിന് ശേഷം നല്ല തണുത്തതിന് ശേഷമാണ് കേഡ് റൈസ് ഉണ്ടാക്കുന്നത്. ഒരു ചെരുവത്തിലോട്ട് നമ്മൾ മിക്സ് ആക്കി എടുക്കാൻ പോവുകയാണ്. നല്ല വെന്ത റൈസ് ആയിരിക്കണം. ഫ്രൈഡ് റൈസിൻ്റെ പോലെ പകുതി വേവ് അല്ലെങ്കിൽ മുക്കാൽ വേവിന് എടുക്കരുത്. നല്ല വെന്ത റൈസ് വേണം നമ്മൾ കേഡ് റൈസ് തയ്യാറാക്കാനായിട്ട് എടുക്കാൻ. നമുക്കൊരു ചെരുവത്തിലോട്ട് റൈസ് ഇട്ട് കൊടുക്കാം. സവോള ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇഞ്ചിയൊക്കെ നല്ല നൈസായിട്ട് അരിയണം, ചോപ്പ് ചെയ്തെടുക്കണം. ഇഞ്ചി ഇട്ട് കൊടുക്കുക. ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. കായപ്പൊടി നമ്മളൊരു 1/2 ടീസ്പൂൺ കായപ്പൊടി ഇടുന്നുണ്ട്. 3 പോർഷൻ കേഡ് റൈസ് നമ്മൾ തയ്യാറാക്കുന്നത്. ഉപ്പിട്ട് കൊടുക്കുക. മല്ലിയില ഇട്ട് കൊടുക്കുക. തൈര് ചേർത്ത് കൊടുക്കുക. നല്ല കട്ടി തൈര് എടുക്കണം. ലൂസ് തൈര് എടുത്താൽ ശരിയാവില്ല. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മളൊരു 1/2 ടീസ്പൂൺ ഗീ കൂടെ ചേർത്ത് കൊടുക്കുന്നു. നല്ലൊരു ഫ്ലേവർ കിട്ടും ഗീ ചേർത്ത് കഴിഞ്ഞാൽ. ഒന്ന് മിക്സ് ചെയ്യുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ചിടാം. ലേശം എണ്ണ എടുത്താൽ മതി. നമ്മൾ ഓൾറെഡി ഗീ ഒക്കെ ചേർത്തുകൊണ്ട് ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ആയതുകൊണ്ട് നമ്മൾ ലേശം എണ്ണയെ ഒഴിക്കുന്നുള്ളൂ. എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. പീനട്ടൊക്കെ ഇഷ്ടമുള്ളവർക്ക് പീനട്ടൂടെ ഇട്ട് കൊടുത്താൽ നല്ല കിടിലൻ ടേസ്റ്റ് ആയിരിക്കും. പീനട്ട് നമ്മൾ തടുക്കിടുമ്പം 5-6 പീനട്ടോടെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കടുക് പൊട്ടി വരുമ്പം വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. കേഡ് റൈസിലോട്ട് ചേർത്ത് കൊടുക്കുന്നു. നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. അങ്ങനെ കേഡ് റൈസ് റെഡി ആയിരിക്കുകയാണ്. കേഡ് റൈസ് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണമെങ്കിലും കേഡ് റൈസ് കഴിക്കാം. നമ്മുടെ ദഹന പ്രക്രിയയ്ക്ക് ഏറ്റവും നല്ലൊരു ഡിഷാണ് കേഡ് റൈസ്. നമുക്ക് ഉണ്ടാക്കാനും എളുപ്പമാണ്. ഇതിൻ്റെ കൂടെ ഒരു പപ്പടവും ഇച്ചിരി അച്ചാറോടെ കൂട്ടിക്കഴിഞ്ഞാൽ നല്ല കിടിലിനായിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വരോ ഉച്ചയ്ക്ക് ലഞ്ച് ആയിട്ടോ വൈകിട്ട് ഡിന്നറായിട്ടോ കഴിക്കാം. അതുമാത്രമല്ല നമുക്ക് വയറിന് എന്തെങ്കിലും അസുഖമൊക്കെ ഉള്ളപ്പോൾ ദഹിക്കാനും ഏറ്റവും എളുപ്പത്തിൽ സഹായിക്കുന്ന ഒരു ഡിഷാണ് കേഡ് റൈസ്. നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. കേഡ് റൈസ് എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് ബെഞ്ചമിൻ വന്നിട്ടുണ്ട്. ബെഞ്ചമിനോട് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് സാധനം എന്നുള്ള കാര്യം. മോനെ കഴിക്കടാ. ഞാൻ തമിഴ്നാട് ഫുഡ് ടേസ്റ്റ് ചെയ്യാത്ത ആളാണ്. തമിഴ്നാടല്ലേ, കേരളത്തിലും ഉണ്ട് ഇത്. അല്ല, ഇത് പൊതുവെ തമിഴ്നാട് സ്റ്റെറ്റപ്പ് ആണല്ലോ. അങ്ങനെയൊക്കെ പറയാം. സംഭവം കൊള്ളാം, നല്ല രസമുണ്ട് കഴിക്കാൻ. പപ്പടമൊക്കെ കൂട്ടി കഴിക്കും. പപ്പടം അച്ചാറൊക്കെ കൂട്ടി കഴിക്കും. നമ്മളെപ്പോഴും ഹെവി ഫുഡല്ലേ കഴിക്കുന്നത്, ചിക്കനും മട്ടനും ബീഫൊക്കെ. അങ്ങനെ കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഈ കേഡ് റൈസ് കൂടെ ഒന്ന് കഴിക്കണം. വയറിനിടയ്ക്ക് റെസ്റ്റ് കൊടുക്കണം. ഇതാണ് ഹെവി അല്ല, മനസ്സിലായോ? സംഭവം കൊള്ളാം, അടിപൊളിയുണ്ട്. ഈ കായത്തിൻ്റെയും അരിയിൽ എന്താ പറയുക മല്ലിയുടെ ഒക്കെ നല്ലൊരു ഇത് വരെ ടേസ്റ്റ് നല്ല രീതിയിൽ വരുന്നുണ്ട്. കൊള്ളാം, സംഭവം കലക്കി പൊളിച്ച്. അപ്പോൾ ബെഞ്ചമിൻ പറഞ്ഞ പോലെ നല്ല കിടിലൻ ഡിഷാണ്. വീട്ടിൽ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കുകയും ചെയ്യാം. അതുപോലെ നമ്മുടെ ശരീരത്തിനും ആരോഗ്യത്തിനും നല്ല അത്യുത്തമമായ ഒരു ഡിഷാണ്. നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. സൈനിങ് ഓഫ് ടിജോ ഫ്രം ഗുഡ്ബിൽ പാചകം.